നമസ്കാരം. നമ്മുടെ വായനാ ദിനാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാനിന്ന് വായിക്കാൻ പോകുന്ന പുസ്തകം കുട്ടികളുടെ ആണ് കേട്ടോ, ബാലസാഹിത്യമാണ്. അപ്പോൾ അത് പുസ്തകത്തിൻ്റെ പേര് ശില്പം. ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ്, പരുത്തിപ്പുള്ളി രാധാകൃഷ്ണൻ പറഞ്ഞ ആളാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ബാലസാഹിത്യ കൃതികളിൽ എഴുതാൻ വളരെ മികവുറ്റ എഴുത്തുകൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അദ്ദേഹം സർക്കാർ ജോലി കഴിഞ്ഞപ്പോൾ വിശ്രമ ജീവിതത്തിലാണ്. പരുത്തിപ്പുള്ളി മാറി യാക്കരയിലാണ് താമസം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശില്പം എന്ന കഥയാണ് വായിക്കാൻ പോകുന്നത്. അപ്പോൾ കഥ തുടങ്ങുന്ന കൊച്ചുകുട്ടികളെല്ലാം കേൾക്കണം, മുതിർന്നവർ കുട്ടികൾക്ക് കേൾപ്പിച്ചു കൊടുക്കണം. കഥ തുടങ്ങുന്നു. ശില്പം. ഒരു പുതുമയുള്ള മുന്തിയ കലാശില്പം നിർമ്മിക്കണം ശില്പി ബ്രഹ്മദത്തൻ തീരുമാനിച്ചു. അതിനായി അനുയോജ്യമായ ഒരു ശിലാപാളി അദ്ദേഹം കണ്ടെത്തി. താമസിയാതെ ശില്പവേല തുടങ്ങി. വർഷങ്ങൾ വേണ്ടി വന്നു ആ ശില്പം പൂർത്തിയാക്കാൻ. ഇതിനിടയ്ക്ക് പലപ്പോഴും ഉണ്ണാനും ഉറങ്ങാനും ബ്രഹ്മദത്തൻ മറന്നുപോയി. ജീവൻ തുളുമ്പുന്ന സുന്ദരമായ ഒരു സ്ത്രീ ശില്പം അങ്ങനെ രൂപം കൊണ്ടു. ബ്രഹ്മദത്തന് വളരെ നിർവൃതി തോന്നി, ആഹ്ലാദവും. ജീവനേക്കാളേറെ അദ്ദേഹം ആ ശില്പത്തെ സ്നേഹിച്ചു. മണിക്കൂറുകളോളം കണ്ണെടുക്കാതെ അദ്ദേഹം അതിനെ നോക്കിയിരുന്നു. വിശേഷപ്പെട്ട ആ ശില്പത്തെക്കുറിച്ച് രാജാവ് അറിയാനിടയായി. ശില്പവുമായി കൊട്ടാരത്തിലേക്ക് ചെല്ലുവാൻ ബ്രഹ്മദത്തന് കൽപ്പന വന്നു. അദ്ദേഹം അത് അനുസരിച്ചു. ശില്പഭംഗിയിൽ രാജാവ് അത്ഭുതം കൂറി. ഇത്രയും പൂർണ്ണതയുള്ള ഒരു കലാസൃഷ്ടി നാം ആദ്യമായി കാണുകയാണ്. രാജാവ് ശില്പിയെ അനുമോദിച്ചു. കൈകൂപ്പി തലകുനിച്ച് ബ്രഹ്മദത്തൻ പറഞ്ഞു, നന്ദിയുണ്ട് പ്രഭു. ഈശ്വരാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അടിയന് ഇത് സാധ്യമായത്. ഈ ശില്പം നമ്മുടെ അരമനയിലേക്ക് വേണം, രാജാവ് പറഞ്ഞു. ഇതിന് എന്ത് വിലയാണ് തരേണ്ടത്? ക്ഷമിക്കണം തിരുമേനി, വിൽക്കാൻ അടിയൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് അടിയൻ്റെ ജീവനാണ്. ഇതിനെ വേർപിരിഞ്ഞ ജീവിതമില്ല അടിയന്, ബ്രഹ്മദത്തൻ വിനയപൂർവ്വം അറിയിച്ചു. അതൊന്നും നമുക്ക് കേൾക്കേണ്ട, രാജാവ് കോപിച്ചു. ശില്പം നമുക്ക് കിട്ടിയേ തീരൂ. ബ്രഹ്മദത്തൻ അല്പമൊന്ന് ആലോചിച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞു, നിർബന്ധമായതുകൊണ്ട് ഞാൻ ഇത് അങ്ങേക്ക് സമർപ്പിക്കാം. തിരുവുള്ളക്കേട് തോന്നരുത്. ഇതിനായി 2 നിബന്ധനകൾ അവിടുന്ന് പാലിക്കണം. തീർച്ചയായും. എന്തെല്ലാമാണ് ആ നിബന്ധനകൾ? ഒന്നാമത്തേത്, ശില്പത്തെ കണ്ടാനന്ദിക്കാൻ ദിവസത്തിൽ 1 മണിക്കൂർ അടിയനെ അനുവദിക്കണം. രണ്ടാമത്തേത്, എല്ലാവർക്കും കാണാവുന്ന വിധം ശില്പം പ്രദർശിപ്പിക്കുകയും വേണം. രാജാവ് അതിന് സമ്മതിച്ചു. ശില്പം കൈമാറിയ ശേഷം ബ്രഹ്മദത്തൻ വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ അന്ന് രാത്രിയിൽ തന്നെ രാജാവ് നിബന്ധനകൾ കാറ്റിൽ പറത്തി. അദ്ദേഹം തൻ്റെ കിടപ്പറയിലാണ് ശില്പം വെച്ചത്. പാറാവുകാർക്ക് അദ്ദേഹം ഇങ്ങനെ നിർദ്ദേശവും നൽകി, ബ്രഹ്മദത്തിനെ അകത്തേക്ക് കടത്തിവിടരുത്. ഏതോ അനിഷ്ടം കാരണം ശില്പം കടലിൽ തള്ളി എന്ന് ശില്പിയോട് പറയണം. പിറ്റേന്ന് അതിരാവിലെ ധൃതി പൂണ്ട് ബ്രഹ്മദത്തൻ കൊട്ടാരത്തിലേക്ക് ചെന്നു. രാജാവ് കൽപ്പിച്ചിരുന്ന പോലെ കവാടത്തിൽ കാവൽഭടന്മാർ അദ്ദേഹത്തെ മടക്കി വിട്ടു. ബ്രഹ്മദത്തിന് കലശലായ സങ്കടം തോന്നി. എത്ര പ്രയാസപ്പെട്ടിട്ടായാലും ശില്പം വീണ്ടെടുക്കണം. അതിൽ പരാജയപ്പെട്ടാൽ താൻ ജീവനൊടുക്കും. ബ്രഹ്മദത്തൻ അങ്ങനെ നിശ്ചയിച്ച് നേരെ പോയത് കടലിലേക്കാണ്. ആർത്തിരുമ്പുന്ന തിരമാലകളെ കൂട്ടാക്കാതെ അദ്ദേഹം കടലിലിറങ്ങി കുറേ ദൂരം മുന്നോട്ട് നടന്നു. അപ്പോൾ കാലിൽ ഒന്ന് തടഞ്ഞു. തടഞ്ഞ വസ്തു അദ്ദേഹത്തിൻ്റെ പ്രിയ ശില്പമായിരുന്നു. ബ്രഹ്മദത്തൻ ശില്പം ചുമന്ന് കരയിലേക്ക് കയറി. അന്നേരം ശില്പിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശില്പം പറഞ്ഞു, അങ്ങയെ പറ്റിക്കാനായി രാജാവ് പദ്ധതിയിടുന്നതായി ഞാൻ കേട്ടിരുന്നു. എല്ലാവരും ഉറങ്ങിയപ്പോൾ ഞാൻ കൊട്ടാരം വിട്ട് ഇങ്ങോട്ട് പോന്നു. അങ്ങേ എന്നെ തേടി ഇവിടെ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ബ്രഹ്മദത്തൻ ശില്പത്തെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. പിന്നെ അതിനെ ചുമലിലേറ്റിക്കൊണ്ട് വീട് ലക്ഷ്യമാക്കി നടന്നു. രാജാവിൻ്റെ ഒരു ചാരൻ ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കണ്ട കാഴ്ചകളും കേട്ട സംഭാഷണങ്ങളും അയാൾ കൃത്യമായി രാജാവിനെ അറിയിച്ചു. ചാരൻ നൽകിയ വാർത്ത രാജാവ് ആദ്യം വിശ്വസിച്ചില്ല. അദ്ദേഹം ധൃതിപെട്ട് തൻ്റെ കിടപ്പറയിൽ ചെന്ന് നോക്കി. അവിടെയെങ്ങും ശില്പത്തിൻ്റെ പൊടിപോലുമില്ല. അപ്പോഴാണ് അദ്ദേഹത്തിന് വാർത്ത സത്യമാണെന്ന് ബോധ്യമായത്. ഉണ്ടായ സംഭവങ്ങൾ ആദ്യം തൊട്ട് രാജാവ് ഓർത്തുപോയി. ഒരു വല്ലാത്ത കുറ്റബോധം അദ്ദേഹത്തെ വീർപ്പും മുട്ടിച്ചു. ഉടൻ തന്നെ ബ്രഹ്മദത്തനെ ആളയച്ചു വരുത്തി. ശില്പിയെയും ശില്പത്തെയും മുൻനിർത്തി രാജാവ് പറഞ്ഞു, നാം ചെയ്തു പോയ തെറ്റ് ക്ഷമിക്കണം. നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ആഴം നാം ഉൾക്കൊണ്ടിരിക്കുന്നു. ബ്രഹ്മദത്തൻ്റെ ചുമലിൽ തട്ടി രാജാവ് അറിയിച്ചു, കൊട്ടാരമുറ്റത്ത് ഒരു തുറന്ന മണ്ഡപം നാം പണിയും. ഈ ലോകോത്തര കലാസൃഷ്ടി അതിൽ പ്രദർശിപ്പിക്കും. മാത്രമല്ല, ബ്രഹ്മദത്തനെ നാം രാജശില്പിയായി പ്രഖ്യാപിക്കുന്നു. രാജശില്പിക്ക് ഇന്ന് തൊട്ട് രാജധാനിയിൽ പാർക്കാം. ബ്രഹ്മദത്തൻ്റെ മുഖം ശില്പത്തിൻ്റെ മുഖവും സന്തോഷത്താൽ തിളങ്ങി. ഇത് ചെറിയൊരു കഥയാണ്.
എന്നാലും കൂടി വിശ്വാസവഞ്ചന ചെയ്യുകയും ഒരാളുടെ ജോലിയെ, അയാൾ എത്രമാത്രം ആത്മാർത്ഥമായി ചെയ്യുന്ന ജോലിയെ അത് മറ്റുള്ളവർ വില കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു പ്രതിഫലം കൂടിയാണ് അദ്ദേഹം. ആ സന്ദേശമാണ് നമുക്ക് ഈ കഥ വഴി തരുന്നത്. കുട്ടികൾക്കും എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയുള്ള കഥയാണ്. ബാലസാഹിത്യം എന്ന് പറയുന്നത് നമുക്ക് വിചാരിക്കും എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണെന്ന്, എന്നാൽ യഥാർത്ഥത്തിൽ അതല്ല. പക്ഷേ അതിൽ നമുക്ക് എല്ലാവരെ കൊണ്ട് സംസാരിക്കാം, ചുമരോട് സംസാരിപ്പിക്കാം, നിശ്ചലമായ എന്തിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റുമായിരുന്നു. മറ്റുള്ള സാധാരണ മാനുഷിക ജീവിത കഥകൾ പോലെയല്ലല്ലോ. എന്തായാലും നല്ല കഥയാണ് ഇത്. ശില്പം, അദ്ദേഹം നമ്മുടെ ഈ രാധാകൃഷ്ണൻ സാറ് കുറേ കഥകൾ പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതിലൊരു പുസ്തകമാണ്, കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകമാണത് ഈ ശില്പം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.